എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു പലഹാരമാണ്. ഈ ഒരു പലഹാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും വളരെ തന്നെ നല്ലതാണ്. കറിയൊന്നും തന്നെ വേണ്ടാതെ കഴിക്കാൻ പറ്റുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ആവി പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ആവിപ്പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് 1 കപ്പ് അളവില് വറുത്തിട്ടുള്ള റവ ചേർക്കാം. ഇനി നമുക്ക് ഈ റവയിലേക്ക് 1/4 കപ്പ് അളവില് തൈര് കൂടെ ചേർക്കാം. ഇനി 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റവ ഒരു 10-15 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. റവ ഒന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ഒരു കൂട്ടൊന്ന് തയ്യാറാക്കണം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് ചേരുവകളൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ സവാള, 3 പച്ചമുളക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഒന്ന് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഉഴുന്ന പരിപ്പ് കൂടെ ചേർക്കണം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉഴുന്ന പരിപ്പും കടുകും ഒക്കെ നല്ലതുപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേരുവകൾ കൂടെ ചേർക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴണ്ടു വന്നാൽ മതിയാകും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. റവ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ വഴറ്റുന്ന ഒരു കൂട്ടിലേക്ക് 2 കൈപ്പിടിയോളം നാളികേരം തിരുമ്മേരി കൂടെ ചേർക്കാം. നാളികേരം കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ചൂടാറി വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു കൂട്ടിന്റെ ചൂടാറി വരട്ടെ. ഇനി നമുക്ക് ഈ ഒരു റവ കൂട്ട് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതേ ഒരു രീതിയിലാണ് ആയി വന്നിട്ടുള്ളത്. അധികമൊന്നും കട്ടിയായിട്ടല്ല ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് ചൂടാറി വന്നിട്ടുള്ള ഈ ഒരു കൂട്ട് കൂടെ ചേർക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലൊരു പാകത്തിനാണ് നമുക്ക് ഈ ഒരു കൂട്ട് വേണ്ടത്. നല്ലൊരു സോഫ്റ്റ് ഈ പലഹാരത്തിന് കിട്ടാനായിട്ട് ഇപ്പം ബേക്കിംഗ് സോഡ കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു പിഞ്ചാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നുള്ളു കായപ്പൊടി കൂടെ ചേർക്കാം. കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ കൂട്ട് ഇതുപോലെ ഒരു പാകത്തിലാണ് ആയി കിട്ടേണ്ടത്. ഒരുപാടൊന്നും വെള്ളമൊഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉപ്പെല്ലാം നോക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് പലഹാരം വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം നന്നായിട്ടൊന്ന് ആവി കയറി വരട്ടെ. പാത്രത്തിലേക്ക് ഇപ്പോൾ നല്ലപോലെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചു 5 മിനിറ്റ് നേരം മൂടി വെച്ച പലഹാരം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ആദ്യ പലഹാരം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി താഴേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ ആദ്യ പലഹാരം ഞാനിവിടെ വേവിച്ച് മാറ്റിയിട്ടുണ്ട്. അടുത്തത് നമുക്കിതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇനി പലഹാരം വേവിച്ചെടുക്കാനായിട്ട് 2 ചെറിയ സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കും നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കൂട്ട് വെച്ച് 2 പലഹാരമാണ് നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് തന്നെ രണ്ടാമത്തെ പലഹാരവും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരവും താഴേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യ പലഹാരം ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലൂടെ അടർത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരം ഞാനിവിടെ അടർത്തിയെടുത്തിട്ടുള്ള പലഹാരം ഒരു വാഴയിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലെ പലഹാരവും നമുക്കിതൊന്ന് അടർത്തിയെടുക്കാം. അങ്ങനെ 2 പലഹാരവും ഞാനിവിടെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പലഹാരത്തിന്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ആവി പലഹാരം എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. രാവിലെയോ വൈകിട്ടോ നമുക്ക് കറി പോലും വേണ്ടാതെ തന്നെ കഴിക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.